ഹായ് ഹലോ നമസ്കാരം. ഞാൻ രഞ്ജു. മാർജിനാലിയ ചാനലിലേക്ക് പ്രിയപ്പെട്ടവർക്കെല്ലാം സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ആർ രാജശ്രീ ടീച്ചർ രചിച്ച ആത്രേയകം എന്ന നോവലിനെ കുറിച്ചാണ്. നോവലിന്റെ തുടക്കം തന്നെ പ്രിയ വായനക്കാരോടുള്ള ഒരു ചോദ്യത്തോടു കൂടിയാണ് ടീച്ചർ ആത്രേയകം ആരംഭിക്കുന്നത്. ഭൂമിയിൽ ശാശ്വതമായിരിക്കുന്നത് എന്താണ്? ഭയം. ഏറ്റവും പരിണാമിയായതേത്? മനസ്സ്. വിജയനന്ദ വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? കണ്ണീർ വീഴ്ത്താത്ത നേട്ടങ്ങളെ. വജ്രത്തെക്കാൾ ബലമുള്ളതെന്ത്? പിഴയ്ക്കാത്ത സൗഹാർദ്ദം. ആരാണ് വിഡ്ഢി? ഒരേ കല്ലിൽ തടഞ്ഞ് പല ഉരു വീഴുന്നയാൾ. ജ്ഞാനിയാര്? സഞ്ചാരി. ജീവിതത്തിന്റെ സൗന്ദര്യം എന്താണ്? അനിശ്ചിതത്വം. ഒരേ സമയം ഏറ്റവും സാഹസികമായതും ഏറ്റവും സ്വാസ്ഥ്യമേകുന്നതുമായ യാത്ര ഏത്? ഭയത്തിൽ നിന്ന് അഭയത്തിലേക്കുള്ള യാത്ര. എരിഞ്ഞാലും ഒടുങ്ങാത്തതെന്ത്? കാട്. മരിച്ചാലും വിടാത്തതേത്? ഈ ഒരു ചോദ്യം ടീച്ചർ നമ്മോട് ചോദിക്കുകയാണ് ആത്രേയകം എന്ന നോവലിലൂടെ. മാതൃഭൂമി ബുക്സാണ് ആത്രേയകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. മഹാഭാരതത്തിൽ നിന്നും ചികഞ്ഞെടുത്തിട്ടുള്ള ഒരു കഥയെ ഫിക്ഷന്റെ പരമോന്നതിയിൽ നിന്നുകൊണ്ട് ഡോക്ടർ ആർ രാജശ്രീ അവതരിപ്പിച്ചിരിക്കുന്ന നോവലാണ് ആത്രേയകം. പാഞ്ചാല രാജ്യത്തിന്റെ രാജകുമാരൻ ദ്രുപദ മഹാരാജാവിന്റെ മകൻ നിരമിത്രന്റെ കഥ മഹാഭാരതത്തിലെ ശിഖണ്ഡിയെ നിരമിത്രൻ എന്ന് നാമകരണം ചെയ്തുകൊണ്ട് രാജശ്രീ ടീച്ചർ അവതരിപ്പിക്കുകയാണ് ആത്രേയകത്തിലൂടെ. ആത്രേയകം എന്ന വാക്കുകൊണ്ട് എഴുത്തുകാരി അർത്ഥമാക്കിയിരിക്കുന്നത് ഹസ്തിനപുരം, പാഞ്ചാല രാജ്യം, ദശാർണം എന്നീ രാജ്യങ്ങൾക്കൊക്കെ അതിർത്തി പങ്കിട്ട് കിടക്കുന്ന ഒരു ചെറിയ ഗ്രാമപ്രദേശത്തെയാണ്. എന്നാൽ ഈ രാജ്യങ്ങളൊന്നും ആത്രേയകത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നില്ല. അതിനാൽ ആർക്കും വേണ്ടാത്തത് അല്ലെങ്കിൽ മറ്റുള്ളവരാൽ ഉപേക്ഷിക്കപ്പെട്ടത് എന്നൊക്കെയുള്ള പേരുകൾ ആത്രേയകത്തിന് ചേരും. ആർക്കും വേണ്ടാതെ ഉപേക്ഷിക്കപ്പെടുന്നതിന് ചില കാരണങ്ങളുണ്ടായിരുന്നു. അതിർത്തി ഗ്രാമമായതുകൊണ്ട് തന്നെ യുദ്ധത്തിൽ മുറിവേറ്റവർ, രോഗികൾ, മറ്റുള്ളവരാൽ ഉപേക്ഷിക്കപ്പെട്ടവരെല്ലാം കൂടിയാണ് ആത്രേയകത്തിൽ ജീവിക്കുന്നത്. ആത്രേയകത്തിലെ കഥാനായകനായ നിരമിത്രനെ ദ്രുപദ മഹാരാജാവ് ഒരു അശുദ്ധ ജന്മമായാണ് കാണുന്നത്. ദ്രുപദ മഹാരാജാവ് തന്റെ മകനുണ്ടായ കുറവ് മറച്ചുവെച്ച് അവനെ വിവാഹം കഴിപ്പിക്കുകയും നിരമിത്രൻ ഒരു പുരുഷനല്ലെന്നറിഞ്ഞ് വധുവായ ദശാർണ രാജകുമാരി സ്വന്തം രാജ്യത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്നു. ഇതിനെ തുടർന്നുണ്ടാകുന്ന സംഘർഷഭരിതമായ നിമിഷങ്ങൾ വികാര തീവ്രതയോടുകൂടി കഥാകാരി ഈ നോവലിൽ വിവരിക്കുന്നുണ്ട്. മഹാഭാരതത്തിൽ ഇതുവരെ ആരും തൊടാതിരുന്ന ഒരു പ്രത്യേക മേഖലയെ കഥയാക്കി രൂപാന്തരപ്പെടുത്തി ആത്രേയകം എന്ന നോവലായി വായനക്കാർക്ക് മുന്നിൽ എത്തിച്ച പ്രിയപ്പെട്ട എഴുത്തുകാരി ആർ രാജശ്രീ ടീച്ചർക്ക് 1000 അഭിനന്ദനങ്ങൾ.